ബാലൻ സാർ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. റൂമൊക്കെ റെഡി ആയിട്ടുണ്ടല്ലേ? ഓ, ഇവിടെ എല്ലാം റെഡി. സാർ മോൻ കൊടുക്കണ്ട, അയാൾ പിന്നെയും കാശ് ചോദിക്കും. മാറിക്കോ, ഞങ്ങൾ ഡീൽ ചെയ്തോളാം. ഞാനിവിടെ ഉണ്ടേ. അല്ലേ? അതെ സാർ, അവിടുത്തെ കൃപാകടാക്ഷം കൊണ്ട് അങ്ങനെ കഴിഞ്ഞു പോകുന്നു. പോവാം. ബിരിയാണി വീട്ടിൽ കയറ്റി വിട്ടാര്. എന്തേ നാളത്തേക്ക് ഓക്കെ ആവില്ലേ? ഈ വരുന്ന 15-ാം തീയതി ഫാക്ടറി തുറക്കാൻ നല്ലൊരു മുഹൂർത്തം എന്നാ പണിക്കര് പറഞ്ഞത്. നോക്കാം, നമുക്ക് നോക്കാം. ഞാൻ അയാളോട് എന്ത് സമാധാനം പറയും വർഗീസേ? പറയാതിരുന്നിട്ട് എന്ത് കാര്യം? കാര്യം പറഞ്ഞു മനസ്സിലാക്ക. നമ്മളെ കൊണ്ട് ചെയ്യാവുന്നെല്ലാം നമ്മൾ ചെയ്തില്ലേ? അതുകൊണ്ട് എന്റെ ബാധ്യത തീരില്ലല്ലോ. 5 ലക്ഷം രൂപ നിറച്ച പെട്ടി ഈ കൈ കൊണ്ടാണ് ഞാൻ വാങ്ങിയത്. അത് മുഴുവൻ സെക്രട്ടറിയിലെ വെള്ളാനകൾ വിഴുങ്ങിയെന്ന് പറഞ്ഞ് അയാൾ വിശ്വസിക്കില്ല. നാട്ടിൽ കാല് കുത്താൻ പറ്റാണ്ടാവും. ഞാൻ കിടക്കാൻ പോവാ. ബാലം പോയി കഴിഞ്ഞാ ഗേറ്റ് അടയ്ക്കാൻ മറക്കണ്ട. നീ കിടന്നോ, ഞാൻ അടച്ചോളാം. ഞാനും ഇറങ്ങാം വർഗീസേ. വിമല നിന്നെ കാത്തിരിക്കില്ലേ? നീ അവളെ കാണാൻ പോകുന്നുണ്ടോ? ഇല്ല, ഇനി ആ തീക്കളിക്ക് കൂടി നിന്നുകൊടുക്കാൻ വയ്യ. നിന്റെ നിലപാട് ശരിയാ, പക്ഷേ തെറ്റും ശരിയും തെരഞ്ഞെടുക്കേണ്ടത് പാതി വഴിയെന്നല്ല. ഞാൻ ആർക്കും ഒരു വാക്കും കൊടുത്തിട്ടില്ല. പിന്നെ കല്യാണം കഴിച്ചിട്ടില്ല എന്നൊരു കള്ളം പറഞ്ഞു. അത് തെറ്റാണ്, സമ്മതിക്കുന്നു. ആ ചെറിയ തെറ്റിൽ നിന്നും പല വലിയ തെറ്റുകളും തുടങ്ങി. എതിർക്കസരയിലിരിക്കുന്ന ചെറുപ്പക്കാരൻ അവിവാഹിതരാണുള്ളതുകൊണ്ട് മാത്രം ഒരു പെണ്ണും ഒരു സ്വപ്നവും കാണില്ല. ഇന്ന് രാത്രി അവളെ കാണാൻ പോയാൽ നീ അവളുടേതാവണം. പോയില്ലെങ്കിൽ നാളെ വിമലയുടെ ചിറ്റപ്പൻ നിന്റെ വകുപ്പ് മന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അവരുടെ മുമ്പിൽ നീ ചതിയനാണ്. വകുപ്പ് മന്ത്രിയെ പിണക്കി സെക്രട്ടേറിയറ്റ് കസേരയിൽ സുഖമായിരിക്കാന്ന് നീ കരുതണ്ട. ജോലി നഷ്ടപ്പെടുത്തിയിട്ട് ബാലൻ തിരിച്ച് കാസർഗോഡിന് പോവില്ല. എനിക്ക് പിടിച്ചു നിന്നേ പറ്റൂ. വിമലെ ഞാൻ പിണക്കില്ല. മന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന അവളുടെ ചിറ്റപ്പനെ പിണക്കില്ല. ഞാൻ അവളെ കാണാൻ പോന്നു. പ്രണയദാഹം കൊണ്ടല്ല. കഴുത്തറ്റം കടം കയറി നിൽക്കുന്ന കാസർഗോഡ് എന്റെ വീട്ടിനെ കുറിച്ച് ഓർത്തിട്ട് ആ ഗതികേടുകൊണ്ട്. ബാലചന്ദ്രൻ അടികയുടെ ഔദ്യോഗിക ജീവിതം ഐശ്വര്യപൂർണമാവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. സുഹൃത്തുക്കളെ, നമുക്കിന്ന് സന്തോഷത്തിന്റെ ദിവസമാണ്. നമുക്കൊപ്പം ഇന്നലെ വരെ ജോലി ചെയ്തിരുന്ന ബാലചന്ദ്രൻ ഇന്ന് ഈ നിമിഷം മുതൽ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി പട്ടം രവീന്ദ്രനാഥ് സാറിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമാകുന്നു എന്നത് ഒരു ചെറിയ കാര്യമല്ല. ഈ അവസരത്തിൽ ഞാൻ മിസ്റ്റർ ബാലചന്ദ്രനോട് ഒരു അഭ്യർത്ഥന കൂടെ നടത്തുന്നു. വൈകാതെ തന്നെ ഞങ്ങൾ ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു ചടങ്ങിൽ പങ്കെടുക്കുവാൻ അവസരം ഉണ്ടാക്കി തരണം. ഇതെന്തിനാ ഇടപാടേ? മന്ത്രിയുടെ കൂടെ വരുമ്പോ 100-ലും 110-ലും ചവിട്ടി വിടണമെന്ന് ഒരുത്തനും അറിഞ്ഞൂടല്ലേ? നീ എന്താ പഴമിടിങ്ങിരിക്കായിരുന്ന? അഭ്യാസങ്ങൾ കാണിച്ചാൽ എല്ലാത്തിനും പറഞ്ഞു വിടും കേട്ടാ. സൗകര്യം ഉണ്ട് എന്നോട് ജോലി ചെയ്താൽ മതി. പുറത്ത് 100 എണ്ണം ക്യൂ നിപ്പുണ്ട്. അത് ശരി, എന്തിനാ ഇത് കുത്തിക്കുറച്ചോണ്ടിരിക്കണല്ല? ജോലികളൊന്നും നീങ്ങില്ലല്ല. സൈൻ ചെയ്യാനുള്ള ഫയലെല്ലാം കൊണ്ടിയല്ല മന്ത്രി പറഞ്ഞു.
എന്തിനു ഡോറിട്? സൈൻ ചെയ്യാനുള്ള ഫയല് 3 മന്ത്രിമാരോടൊപ്പം 5-6 വർഷം വർക്ക് ചെയ്തവനാ ഞാൻ. ഓവർ സ്മാർട്ടായി അങ്ങ് ഷൈൻ ചെയ്ത് കളയില്ലേ. മിനിസ്റ്ററുടെ ടേബിളിൽ ഫയൽ എത്തിക്കുന്ന ജോലി തന്നെ അല്ല. ഇനി ആ റൂമിൽ കയറുന്നത് എന്നോട് ചോദിച്ചിട്ട് മതി. മനസ്സിലായോ? സർ, ഞാനത് ശിവ സാറ് പറഞ്ഞു. നോ മോർ എക്സ്പ്ലനേഷൻ. 2 മാസക്കാലം ആയിട്ടുള്ള സെക്രട്ടറി വന്നിട്ട് അതിനിടയിൽ ഉദ്യോഗ കയറ്റം കിട്ടിയ വഴി എനിക്കറിയാം. ജോലിയോടുള്ള ആത്മാർത്ഥത അവിടെ കാണിച്ചാൽ മതി. എന്തരാശന പാമ്പിനെ അന്വേഷിച്ച് തന്നെ വന്നത്? ഏത് മന്ത്രിയുടെ കസേര കുലുങ്ങിയത്? അതോ വല്ല സംസ്ഥാന സമ്മേളനം? ഒരു സംസ്ഥാനത്തിന്റെ ഭരണമല്ലേ മക്കളെ ഞങ്ങള് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പാമ്പ് വീട്ടിലുണ്ട്, വേഗം ചെല്ലി. ഉണ്ണിത്താ സാറിന് ഈ വഴിയെ കണ്ടിട്ട് കുറച്ചായല്ലോ. ഞാൻ കാണാറുണ്ട് പുറത്തൊക്കെ വെച്ച്. കുറച്ച് നാളുകളായി പാർട്ടിക്കാരുടെ കേസുകളൊന്നും എടുക്കാറില്ല. പിന്നെ സാറ് പറയുമ്പോ ഇത് നമുക്ക് വേണ്ടപ്പെട്ടൊരു പയ്യനാണ്. വാസുവിന് അറിയാമല്ലോ മന്ത്രി ഓഫീസിലെ കാര്യങ്ങള്. പയ്യൻ ജോയിൻ ചെയ്തിട്ട് ആഴ്ച 2-3 ഇതുവരെ മന്ത്രി ഒന്ന് വെടിപ്പായിട്ട് കാണാനും കൂടെ പറ്റിയിട്ടില്ല. തലപ്പത്തുള്ളൊരു കാണാൻ സമ്മതിക്കില്ല. അത് പിന്നെ പൊന്നമ്പരാന്റെ കാലം പോലെ അത് അങ്ങനെ തന്നെ ആണല്ലേ. ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഒരു ചാൻസ് ആണ്. ഇതങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ മന്ത്രി പിള്ളയുടെ പാക്കറ്റിലിരിക്കും. ഞങ്ങളിപ്പോ എന്ത് ചെയ്യണം? അത് ഞാൻ പറഞ്ഞുതരാം വിശദമായി. അക്രമമാർഗം ഈ പാർട്ടിയുടെ നയമല്ല. അത് ഏത് ഭാഗത്തുനിന്നുണ്ടായാലും മുഖം നോക്കാതെ സർക്കാർ നടപടിയെടുക്കും. അക്രമികളെ കർശനമായി നേരിടും. ഇന്ന് പാർട്ടി യോഗ സ്ഥലത്തുണ്ടായ അക്രമം ആസൂത്രിതമാണെന്ന് പറഞ്ഞാൽ മിനിസ്റ്റർക്ക് അത് നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങൾക്കുള്ള അറിവിനേക്കാൾ കൂടുതലായി എനിക്കൊന്നും അറിയില്ല. DGP വിളിക്കുന്നുണ്ട്, അത്യാവശ്യമായിട്ട് എന്തിനോ പറയണമെന്ന്. ജസ്റ്റ് എ മിനിറ്റ്. ഹലോ, മിനിസ്റ്റർ ഹിയർ.